ന്യൂനപക്ഷ വോട്ടുകളിൽ നമ്മൾ 2020 തന്നെ ഉദാഹരണമായിട്ട് എടുക്കാം. ന്യൂനപക്ഷ വോട്ടുകൾ അന്ന് ആ സമയത്ത് തന്നെ ക്രിസ്ത്യൻ വോട്ടുകൾ നല്ല ശതമാനവും UDF കിട്ടുന്നത് നമുക്കറിയാം. പിന്നീട് മുസ്ലിം വോട്ടുകളാണ്. ആ മുസ്ലിം വോട്ടുകളിൽ EK വിഭാഗത്തിൻ്റെ വോട്ട് പൂർണ്ണമായിട്ടും ഏതാണ്ട് കിട്ടിക്കൊണ്ടിരുന്നത് UDF. AP വിഭാഗത്തിൻ്റെ മാത്രമാണ് ഈ LDF അനുകൂലമായിട്ട് കുറേയൊക്കെ വരാറുള്ളത്. പക്ഷേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതിന് മുമ്പത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഈ EK വിഭാഗത്തിൽ ലീഗ് വിരുദ്ധ വിഭാഗം പരസ്യമായി തന്നെ അവർ വളരെ കൃത്യമായി പറഞ്ഞു, ഞങ്ങൾക്ക് ഈ LDFനോടോ ഈ സർക്കാരിനോടോ ഒരു വിരോധവുമില്ല എന്ന് പറഞ്ഞിട്ട് രംഗത്ത് വന്നു. അതേ കാര്യത ഇപ്പോഴും ആവർത്തിക്കുന്നു. കഴിഞ്ഞ ദിവസം പാണക്കാട് സാദിഖ് അലി തങ്ങളെ ഇരുത്തിക്കൊണ്ട് തന്നെ സമസ്തയുടെ പ്രധാന നേതാവ് മുഷാവറ അംഗമായിട്ടുള്ള മുക്കം ഉമർ ഫൈസി നടത്തിയ പ്രഖ്യാപനം അത് ലീഗ് ഈ ജമാഅത്തെ ഇസ്ലാമി ബന്ധം വെച്ചുകൊണ്ടുള്ള പരസ്യമായ വിമർശനമായിരുന്നു. അത് തന്നെയാണ് ഇപ്പോൾ CPM ഒരു ശക്തമായ കാര്യമായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഈ മുസ്ലിം വിഭാഗത്തിൽ തങ്ങൾക്ക് നേരത്തെ ഇല്ലാത്ത ഒരു വിഭാഗത്തിൻ്റെ വോട്ട് കൂടി തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാനുള്ള ശ്രമം LDF നടത്തുന്നുണ്ട്. അതിൽ അവർ ഇപ്പോൾ പരസ്യമായിട്ട് കഴിഞ്ഞ 4 ദിവസം മുമ്പാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അപ്പം ക്രിസ്ത്യൻ വോട്ടിൻ്റെ കാര്യം നമുക്കറിയാം. പ്രധാനമന്ത്രിയുടെ മെത്രാന്മാരൊക്കെ പോയിട്ട് കഴിഞ്ഞ ദിവസം കണ്ടു. അപ്പോൾ കോൺഗ്രസ്സിന് കിട്ടിക്കൊണ്ടിരുന്ന UDFന് കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ടുകളിൽ കുറേയൊക്കെ BJPക്ക് അനുകൂലമായിട്ട് പോകുന്നൊരവസ്ഥ കൂടി ഉണ്ടാവുകയാണ്. അപ്പോൾ അതിൻ്റെയും നേട്ടം LDFന് അനുകൂലമായിട്ടാണ്. ഞാനിതൊരു പക്ഷം ചേർന്നുകൊണ്ട് പറയുന്നില്ല, കാരണം ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. സമസ്തയുടെ വോട്ടുകളിൽ ഒരു മുഴുവനായിട്ടല്ല, ഒരു നിശ്ചയ ശതമാനത്തോളം LDFന് അനുകൂലമായിട്ട് പോകും എന്നത് നമ്മൾ കഴിഞ്ഞ തവണ കണ്ടതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ്, അത് കഴിഞ്ഞിട്ട് മുമ്പുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിലും കണ്ടതാണ്. അത് ഇത്തവണയും ആവർത്തിക്കുമെന്ന് പരസ്യമായി പറയുന്നത് ഉമർ ഫൈസിയാണ്. അപ്പോൾ ഇതിനെയൊക്കെ മറികടക്കാൻ എത്രമാത്രം തന്ത്രങ്ങൾ UDFന് പ്രയോഗിക്കാൻ കഴിയുമെന്നുള്ളതാണ് അവർ നോക്കേണ്ടത്. അതിന് ഇപ്പോഴും അവരുടെ ആയുധങ്ങൾ പൂർണ്ണമായിട്ട് പുറത്തെടുത്തില്ലെങ്കിൽ ഇനിയെങ്കിലും പുറത്തെടുത്താൽ മാത്രമേ അവർക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാക്കാൻ കഴിയൂ. Debate with Dr. Arun Kumar.